കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന താമരശ്ശേരി ചുരം ദുരന്തത്തിൻ്റെ മുനമ്പിലാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഒമ്പതാമത്തെ ഹെയർപിൻ വളവിന് സമീപമാണ് മരവും കല്ലുമെല്ലാം ഇടിഞ്ഞ് താഴോട്ട് വന്നിരിക്കുന്നത്. ഇത് പിന്നീട് ഇവിടുന്ന് നീക്കം ചെയ്തെങ്കിലും വീണ്ടും കല്ലുകളും മറ്റും ഇപ്പോഴും മണ്ണും കല്ലും കുത്തിയൊലിച്ച് ചുരത്തിലേക്ക് വരുന്നൊരവസ്ഥയുണ്ട്. ഇത് വലിയൊരു ദുരന്തത്തിൻ്റെ ഒരു മുന്നറിയിപ്പ് കൂടിയായി ഇത് കാണേണ്ടതുണ്ട്. കാരണം ഇവിടെ മുമ്പ് പലതവണ 2014-ലും 2013-ലും 2015-ലും എല്ലാം തന്നെ വലിയ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. താമരശ്ശേരി ചുരത്തിൻ്റെ സാധാരണ നിലയിൽ നമുക്കറിയാം, ചുരത്തിൻ്റെ ഒരു ഗ്യാരണ്ടി ഏറെക്കുറെ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ പഠനങ്ങൾ പറയുന്നത്. സെൻറ്റർ ഫോർ എർത്ത് ആൻഡ് സയൻസ് സ്റ്റഡീസിൻ്റെ പഠനം അനുസരിച്ചാണെങ്കിൽ വളരെ ദുരന്ത സാധ്യതയുള്ളതാണ്. ഈ ചുരത്തിനൊരു ബദൽ സംവിധാനം എപ്പോഴും നമ്മളുടെ മുമ്പിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയൊരു ബദൽ റോഡ് നിലവിലില്ല എന്നുള്ളതാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ സെൻറ്റർ ഫോർ എർത്ത് ആൻഡ് സയൻസ് സ്റ്റഡീസിൻ്റെ പഠനത്തിൽ പറയുന്നുണ്ട്, ഈ ചുരത്തിന് മുകളിൽ വലിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് പോലും നിയന്ത്രണം വേണം എന്ന് അന്ന് ആ വിദഗ്ധ സംഘം മുന്നറിയിപ്പ് നൽകിയതാണ്. പക്ഷേ അതൊന്നും തന്നെ ഒരു കാലത്തും ഒരിടത്തും പാലിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് വൈത്തിരി പഞ്ചായത്തിൽ വരുന്ന, അതായത് വയനാട്ടിലെ വൈത്തിരി പഞ്ചായത്തിൽ വരുന്ന ലക്കിടിയിലും പഴയ വൈത്തിരിയിലും ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ വലിയ തോതിൽ കെട്ടിട നിർമ്മാണം നടന്നിരിക്കുന്നു. ഇതെല്ലാം തന്നെ ഇതിൻ്റെ എല്ലാം ഭാരം ചുരം താങ്ങുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം, അടിവാരം മുതൽ ലക്കിടി വരെ 12 കിലോമീറ്ററാണ് താമരശ്ശേരി ചുരത്തിൻ്റെ ഒരു ദൂരം വരുന്നത്. അതുപോലെ തന്നെ സമുദ്രനിരപ്പിൽ നിന്ന് 2625 അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്നുകൂടി ഓർക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ 9 ഹെയർപിൻ വളവുകളുണ്ട്. ഈ 9 ഹെയർപിൻ വളവുകളും സങ്കീർണമായ ദുർഘടമായ രീതിയിൽ തന്നെയാണ് ഉള്ളത്. ഇവിടെ നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ റോഡ് നന്നാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊളിഞ്ഞിരിക്കുന്ന റോഡ് നന്നാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലും വനം വകുപ്പിൻ്റെ തടസ്സവാദം ഉന്നയിച്ചതാണ്. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ഒരു 1-2 വർഷം മുമ്പാണെന്ന് തോന്നുന്നു, ഇവിടെ കല്ലുരുണ്ട് വന്ന് അതിൽ പരിക്കേറ്റ് ഒരാൾ മരിച്ച സംഭവമുണ്ടായി, ബൈക്ക് യാത്രികൻ മരിച്ച സംഭവമുണ്ടായി, മറ്റൊരാൾക്ക് പരിക്കേറ്റ സംഭവമുണ്ടായി. ചുരത്തിൻ്റെ പല ഭാഗങ്ങളിലും മണ്ണിടിച്ചിലുണ്ടാകുന്നു. ഇവിടെ മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഈ താമരശ്ശേരി ചുരത്തിൻ്റെ പുതുപ്പാടി പഞ്ചായത്തിൽ വരുന്ന പല സ്ഥലങ്ങളിലും ഉരുൾപൊട്ടലുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു ഭാഗം താമരശ്ശേരി ചുരമാണെന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ല. ഈ ചുരത്തിൻ്റെ തന്നെ താഴെ 6-ാം വളവിനും 7-ാം വളവിനും ആ പ്രദേശത്തായി വലിയൊരു കെട്ടിടം ഉണ്ടായിരുന്നു, അനധികൃതമായി നിർമ്മിച്ച്. ഇത്തരത്തിൽ അനധികൃതമായ നിരവധി കെട്ടിടങ്ങൾ ചുരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ടായി. ഇത് പൊളിച്ചു നീക്കേണ്ടി വന്നു. പൊളിച്ചു നീക്കാൻ കോഴിക്കോട് ജില്ലാ ഭരണകൂടം ഉത്തരവിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ 2018-ൽ ഇത് പൊളിച്ചു നീക്കുകയുണ്ടായി. പക്ഷേ അതിൻ്റെ സമീപത്ത് ഇപ്പോഴും അത്തരത്തിലുള്ള കെട്ടിടങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ ചുരത്തിന് വലിയ ദുരന്ത സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇനി അവിടെ വലിയൊരു ദുരന്തമുണ്ടായാൽ അതിൻ്റെ പ്രഹരശേഷി നമുക്ക് ചിന്തിക്കുന്നതിലും അപ്പുറമായിരിക്കും. അതുകൊണ്ട് തന്നെ ബദൽ റോഡ് എന്നുള്ളൊരു യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. അത് നമുക്കറിയാം, നിലവിലിപ്പോൾ അവിടെ ടണൽ റോഡിനുള്ള സാധ്യത പറയുന്നുണ്ട്. അത് പ്രധാനമായും ആനക്കാംപൊയിലാണ്. ആനക്കാംപൊയിലിൽ നിന്ന് മേപ്പാടിയിലെ കള്ളാടി വരെയാണ്. പക്ഷേ അത് എത്രത്തോളം സാധ്യമാവും എന്നുള്ളത്, കാരണം വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതി ഉൾപ്പെടെ ഇതിൻ്റെ സാങ്കേതിക അനുമതി ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ വലിയ ഒരു തുക ഇതിലേക്ക് നീക്കി വെക്കണം. സംസ്ഥാന സർക്കാർ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല അത്. ദേശീയപാത ആയതുകൊണ്ട് തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഒരു സഹായം ഇതിനകത്ത് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളതും കണ്ടറിയണം. അത് കള്ളാടി വരെ പോയി കഴിഞ്ഞാലും അതിൻ്റെ പാത കൽപ്പറ്റയിലേക്ക് എത്തണമെങ്കിൽ നമുക്കറിയാം, ചെറിയ ഒരു എസ്റ്റേറ്റ് റോഡാണ്. ഈ എസ്റ്റേറ്റ് റോഡിലൂടെയാണ് ഇത് മേപ്പാടിയിലേക്ക് എത്തുന്നത്. മേപ്പാടിയിൽ നിന്ന് വീണ്ടും ഇത് കൽപ്പറ്റയിലേക്ക് എത്തണമെങ്കിലും ചെറിയൊരു പാതയാണ്, കുറച്ച് ദൂരം മാത്രമാണ് ഈ ദേശീയപാതയുടെ ഒരു ഭാഗം വരുന്നത്. അവിടെ നിന്ന് കൽപ്പറ്റയിലേക്ക് എത്തണമെങ്കിലും റോഡിൻ്റെ ഇത്തരത്തിലുള്ള സാങ്കേതിക തടസ്സങ്ങൾ നിരവധിയുണ്ട്. ഇതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളത് കണ്ടറിയണം. കാരണം ഈ ടണൽ റോഡ് വരുന്നത്, അതായത് ഈ ഇതിലൂടെ വരികയും ഈ കള്ളാടിയിൽ എത്തുകയും ചെയ്യുന്ന ഒരു സ്ഥലത്തിനിടയിൽ ഈ ഭൂമി തുരന്നുകൊണ്ട് അല്ലെങ്കിൽ പാറകൾ തുരന്നുകൊണ്ട് വേണം ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന്. ഇത് എത്രത്തോളം ദുരന്ത സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലുള്ള അത്തരത്തിൽ പ്രകൃതി ദുരന്ത സാധ്യതയുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഈ കഴിഞ്ഞ ചൂരൽമല, മുണ്ടക്കൈ എല്ലാം തന്നെ ഇതിൻ്റെ സമീപത്തായി അല്ലെങ്കിൽ ഈ വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ഒരു ഭാഗമായി നിലനിൽക്കുന്ന മലകളാണ്. ഈ മലനിരകൾക്ക് ഒന്നും ബാധിക്കാത്ത രീതിയിൽ ഇത് മുന്നോട്ട് എത്രത്തോളം കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതെല്ലാം തന്നെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. അത് എത്രത്തോളം യാഥാർത്ഥ്യമാക്കാൻ സർക്കാരിന് കഴിയും എന്നുള്ളതാണ്. പക്ഷേ ഇത് കൂടാതെ 2 സാധ്യതകളുണ്ട്. ഈ താമരശ്ശേരി ചുരത്തിൻ്റെ 2 ബദൽ സാധ്യതകളെക്കുറിച്ച് ഞാൻ പറയാം.
അതിൽ പ്രധാനമായും ഈ ചുരത്തിൻ്റെ ഈ ഒരു താമരശ്ശേരി ചുരത്തിലെ ഗതാക്കുരുക്ക് നമുക്കറിയാം. ഒരു പ്രതിദിനം 20,000-നും 30,000-നും ഇടയിൽ വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നുണ്ട്. അത്രത്തോളം വാഹനങ്ങളെ ഈ മഴക്കാലത്തെല്ലാം തന്നെ ഇത്രയും വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ അത് അന്തർ സംസ്ഥാന വാഹനങ്ങൾ, വലിയ ചരക്ക് വാഹനങ്ങളെല്ലാം തന്നെ കടന്നു വരുന്ന ഏക വഴി കൂടിയാണത്. അതെല്ലാം താങ്ങാനുള്ള ശേഷി ഈ ചുരത്തിനുണ്ടോ എന്നുള്ളത് നമ്മൾ എടുത്തു പറയാത്ത കാര്യം. ഇതിൽ പ്രധാനമായും ഈ ചുരത്തിൻ്റെ താഴെ അടിവാരം എത്തുന്നതിന് തൊട്ട് മുകളിലായി ചിപ്പിലിത്തോട് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ചിപ്പിലിത്തോട്, മരുതിക്കാവ്, തളിപ്പുഴ വഴി അങ്ങനെ ഒരു പാത പറയുന്നുണ്ട്. ഇത് തലപ്പുഴയിൽ അതിൻ്റെ സമീപത്തുള്ള തളിപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേരുന്ന രീതിയിലേക്ക് വനനശീകരണം പരമാവധി ഒഴിവാക്കിക്കൊണ്ട് തന്നെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഇത് വിഭാവനം ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ പഠനങ്ങളും മറ്റും എല്ലാം കഴിഞ്ഞതാണ്. പക്ഷേ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതിയില്ല എന്നുള്ളതാണ്. ഇതെങ്ങനെ മറികടക്കാൻ കഴിയും എന്നുള്ളത് വളരെ ഗൗരവമായി തന്നെ സംസ്ഥാന സർക്കാർ ആലോചിക്കേണ്ടതാണ്. കേന്ദ്രത്തിൻ്റെ ഒരു സഹായത്തോടു കൂടി ഈ പദ്ധതി നടപ്പാക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. മറ്റൊന്ന്, പൂഴിത്തോട്, അതായത് ഈ മരുതിക്കാവ് തളിപ്പുഴ റോഡ് കൂടാതെ ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി റോഡാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടണൽ റോഡ്. ഇത് കൂടാതെ ഉള്ളത് പെരുവണ്ണാമൊഴി പൂഴിത്തോട് പടിഞ്ഞാറത്തറ റോഡാണ്. ഇതും വനനശീകരണം പരമാവധി കുറച്ചുകൊണ്ട് തന്നെ ഇതുവഴി റോഡ് നിർമ്മിക്കാൻ കഴിയും എന്ന് തന്നെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതിനുള്ള സാങ്കേതിക അനുമതി ഉൾപ്പെടെ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണാനുമതി ഉൾപ്പെടെ ലഭിച്ചതാണ്. അവിടെയും പ്രധാനമായും വിലങ്ങുതടിയാവുന്നത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ നിലപാടുകളാണ്. കാരണം അത് വന നിയമങ്ങളാണ്. വന നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള റോഡ് നിർമ്മിക്കാൻ കഴിയില്ല. ഈ നഷ്ടപ്പെടുന്ന വനത്തിന് പകരം അത്രത്തോളം അർദ്ധനിത്യ ഹരിത വനങ്ങളുടെ സ്വഭാവമുള്ള ഭൂമി സംസ്ഥാന സർക്കാർ കൈമാറേണ്ടതുണ്ട്. നമുക്കറിയാം, താമരശ്ശേരി ചുരത്തിലെല്ലാം തന്നെ റോഡ് വീതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നഷ്ടപ്പെടുന്ന വനം, അല്ലെങ്കിൽ ആ ഒരു വനത്തിന് പകരം സർക്കാർ വനഭൂമി കൈമാറി, അല്ലെങ്കിൽ സർക്കാർ ഭൂമി കൈമാറി അത് വനമായി പരിപാലിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ നമ്മൾ കണ്ടതാണ്. എന്തായാലും പിന്നൊന്നുള്ളത് കുഞ്ഞോം വിലങ്ങാട് റോഡാണ്. കുഞ്ഞോം വിലങ്ങാട് റോഡിലൂടെ വേണമെങ്കിലും നമുക്കറിയാം വിലങ്ങാടിൻ്റെ ഒരു സാധ്യത ഏറെക്കുറെ മങ്ങിയെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം വിലങ്ങാടാണ് വലിയ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായത്. ഇവിടെ നിന്നുള്ള പാതയാണ്. ഇതുവഴി വയനാട്ടിലേക്ക് ഈ വിലങ്ങാട് കുഞ്ഞോം ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാനന്തവാടി, കുഞ്ഞോം ഉൾപ്പെടുന്നത് മാനന്തവാടി പടിഞ്ഞാറത്തറ ഭാഗമാണ്, വയനാട്ടിലെ വടക്കേ വയനാടിൻ്റെ ഒരു ഭാഗമാണ്. ഇവിടേക്ക് എത്തിച്ചേരുക. പക്ഷേ ഇത് എത്രത്തോളം സാധ്യതയുണ്ടെന്ന് പറയാനില്ല. കാരണം എല്ലാ വർഷങ്ങളിലും വലിയ തോതിൽ മഴയുണ്ടാകുമ്പോൾ ഉരുൾപൊട്ടൽ സാധ്യതയുള്ളതും ആ പ്രദേശത്തെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളാണ്. വളരെ സങ്കീർണമാണ്, വളരെ ദുർഘടമായ പാതയാണ്. അതുപോലെ തന്നെ മറ്റൊന്ന്, മേപ്പാടി, ചൂരൽമല, പോത്തുകൽ, നിലമ്പൂർ പാതകൾ ഉണ്ട് ഇതിനൊരു ബദൽ പാതയായിട്ട്. പക്ഷേ അതൊക്കെ എത്രത്തോളം പ്രാവർത്തികമാക്കാൻ കഴിയും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ്. കാരണം അത് സാധ്യതയില്ല. ഇപ്പോൾ നിലവിൽ നമുക്ക് പറയാൻ കഴിയുന്നത് ഈ പൂഴിത്തോട് തളിപ്പുഴ റോഡ് തന്നെയാണ്. അതിന് വലിയൊരു സാധ്യതയുള്ളതാണ്. ഒപ്പം തന്നെ ഈ തളിപ്പുഴ, ഈ ചിപ്പിലിത്തോട് റോഡും, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ചിപ്പിലിത്തോട് തളിപ്പുഴ റോഡിന് വലിയ സാധ്യതയുണ്ട്. മറ്റൊന്ന് പടിഞ്ഞാറത്തറ പൂഴിത്തോട് റോഡാണ്. ഈ രണ്ട് സാധ്യതകൾ പരിശോധിക്കാൻ സർക്കാർ തയ്യാറായാൽ ഈ വിഷയം ഏറെക്കുറെ പരിഹരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് തോന്നുന്നത്. വയനാട്ടിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള ചുരമില്ലാ പാത എന്നുള്ള രീതിയിലാണ് ഈ പടിഞ്ഞാറത്തറ പൂഴിത്തോട് ബദൽ പാതയ്ക്ക് പുതിയ പ്രതീക്ഷകൾ നൽകിയത്. പക്ഷേ സംയുക്ത പരിശോധന വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു. ഈ പാതയുടെ പ്രവൃത്തി ഉദ്ഘാടനം 1994 നടത്തിയെങ്കിലും ഇതുവരെയും ഇതിൻ്റെ മറ്റൊരു നടപടിയും ഉണ്ടായില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. എന്തായാലും ഈ രണ്ട് പാതകൾ, ഈ രണ്ട് വനനശീകരണം പരമാവധി കുറച്ചുകൊണ്ടും ചെലവ് കുറച്ചുകൊണ്ടും ഇത് ഈ രണ്ട് ഒരു ചുരമില്ലാത്ത പാതയും മറ്റൊന്ന് വളരെ കുറഞ്ഞ, അതായത് തളിപ്പുഴയ്ക്കും ഈ ചിപ്പിലിത്തോടിനും ഇടയിൽ വളരെ കുറഞ്ഞ 2-3 ഹെയർപിൻ വളവുകളോടുകൂടി എത്താൻ കഴിയും. ഇതൊരു ഗ്രാമീണ പ്രദേശമാണ്. അവിടെ നിന്ന് കുറച്ച് ഭാഗം മാത്രമാണ് വനമേഖലയുള്ളത്. വനമേഖലയാണെങ്കിൽ പോലും അത് നിത്യഹരിത വനങ്ങളാണ്, അർദ്ധനിത്യഹരിത വനങ്ങളാണ്. അത് അമർച്ച ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം അതിനുള്ള അനുമതി നൽകാനുള്ള സാധ്യതയുള്ള അതിൻ്റെ ബദൽ സാധ്യത കൂടി തേടേണ്ട ഒരു സമയമാണ്. മറ്റൊന്ന്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ പൂഴിത്തോട് റോഡിൻ്റെയാണ്. പൂഴിത്തോട് റോഡ് ചുരമില്ലാത്തതാണ്. പക്ഷേ അവിടെയും വനനശീകരണം വേണ്ടിവരും. കാരണം ഈ വയനാട് ചുറ്റപ്പെട്ട് കിടക്കുന്നത് തന്നെ കൊണ്ടാണ്. വനങ്ങളുടെ നടുവിലാണ് യഥാർത്ഥത്തിൽ വയനാടിൻ്റെ പട്ടണങ്ങളെല്ലാം നിൽക്കുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും നമുക്ക് കോഴിക്കോട് നിന്ന് കുറ്റ്യാടി വഴിയും അതല്ലെങ്കിൽ നിലമ്പൂരിൽ പോയി അവിടെ നിന്ന് നാടുകാണി ചുരം കയറി തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെത്തി അവിടെ നിന്ന് കൽപ്പറ്റയ്ക്ക് പോകണമെങ്കിൽ ദേവാല, പന്തല്ലൂർ, ചേരമ്പാടി അങ്ങനെ കൽപ്പറ്റയ്ക്ക് പോകേണ്ടതുണ്ട്. അതല്ലെങ്കിൽ ഈ ചേരമ്പാടിയിൽ നിന്ന് സുൽത്താൻ ബത്തേരിക്ക് പോകാം. ഇങ്ങനെയൊക്കെയാണ് പാതകൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പം നിലവിലുള്ളത് അത് കോഴിക്കോട് നിന്ന് നാടുകാണി എത്തി അവിടെ നിന്ന് ഈ വയനാട്ടിലേക്ക് എത്തുക എന്നുള്ളത് ഇപ്പോൾ ഈ ബുദ്ധിമുട്ടാവാനുള്ളൊരു കാരണം അതാണ്. അപ്പോൾ താമരശ്ശേരി ചുരം തന്നെയാണ് പ്രധാനമായും നമുക്ക്
ഇവിടുന്ന് കോഴിക്കോട് നിന്ന് കൽപ്പറ്റയിലേക്ക് 2-2.5 മണിക്കൂർ കൊണ്ട് നമുക്ക് എത്തിപ്പെടാൻ കഴിയും. പ്രത്യേകിച്ച് തരത്തിൽ ഗതാഗത പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ 2-2.5 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് വയനാട്ടിൻ്റെ ജില്ലാസ്ഥാനമായ കൽപ്പറ്റയിൽ എത്തിച്ചേരാൻ കഴിയുന്നതാണ്. പക്ഷേ ഈ ചുരത്തിന് ഈ ഒരു പ്രശ്നം വന്നതുകൊണ്ട് തന്നെ ഇത് എത്രയും പെട്ടെന്ന് ഈ ഒരു വിഷയം പരിഹരിക്കേണ്ടതുണ്ട്. പക്ഷേ താമരശ്ശേരി ചുരത്തെ മാത്രം നമ്മൾക്ക് ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. ബദൽ സാധ്യതകൾ, ഞാൻ ഈ പറഞ്ഞ ബദൽ സാധ്യതകൾ തേടാൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അടിയന്തരമായി ശ്രദ്ധയുണ്ടാകണം. ഒപ്പം തന്നെ വയനാട് ഒറ്റപ്പെടാൻ നമുക്ക് അനുവദിക്കാൻ കഴിയില്ല. കുറ്റ്യാടിയിലൂടെയും നാടുകാണിയിലൂടെയും പോയി കഴിഞ്ഞാൽ വയനാട്ടിലെത്തുക എന്നുള്ളത് ഒരു കോഴിക്കോടുകാരനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വയനാട്ടിൽ നമുക്കറിയാം പേരിന് മാത്രമാണ് ഒരു മെഡിക്കൽ കോളേജ് ഉള്ളത്. അതും മാനന്തവാടിയിലെ ജില്ലാ ആശുപത്രി മെഡിക്കൽ കോളേജാക്കി പ്രഖ്യാപിക്കുകയല്ലാതെ ഒരു മെഡിക്കൽ കോളേജിൻ്റെ യാതൊരു സൗകര്യങ്ങളും ഇല്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ വയനാട്ടിലെ അടിയന്തര ചികിത്സയ്ക്കും മറ്റും വരുന്നത് ചുരമിറങ്ങി കോഴിക്കോട്ടേക്കാണ്. അതുകൊണ്ട് തന്നെ വയനാട്ടുകാരെ ഒറ്റപ്പെടുത്തരുത്, വയനാട്ടുകാർക്കൊപ്പം നിൽക്കണം. അവർക്ക് അടിയന്തരമായി ബദൽപാത സംവിധാനത്തിലേക്ക് സർക്കാർ പെട്ടെന്ന് തന്നെ ഒരു നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് ഈ ഒരു അവസരത്തിൽ വേണ്ടത്.